തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉണ്ടെങ്കിൽ പോലും ആ കടയിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം. അതായത് തൊട്ടടുത്ത് മുസ്ലിം ലീഗിന്റെ വലിയൊരു ഓഫീസുണ്ട്. പാർട്ടിക്ക് എക്കാലത്ത് സ്വാധീനമുള്ള പ്രദേശം തന്നെയാണ് മൂന്നാർ ഡിവിഷൻ. പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ വല്ല പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ ആരെങ്കിലും പാർട്ടിക്ക് പുറത്തു നിന്ന് ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും പാർട്ടിക്ക് ഒരു വലിയ സന്തോഷം ഉളവാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരുന്നു. വളരെ അഭിമാനത്തോടു കൂടിയാണ് എനിക്ക് ഇത്രയും സമയത്ത് കൊണ്ട് പ്രവർത്തിക്കാൻ. അവിടെ സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്നത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള കൗൺസിലർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പ്രവർത്തനത്തിന് മികവുകൊണ്ട് തന്നെ ചെറിയും കുറഞ്ഞുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മട്ടാഞ്ചേരി നമുക്കറിയാം ഏറ്റവും അധികം അനുഭവിച്ചിരുന്ന പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. നേരത്തെ ആളുകൾ കുടവുമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്കറിയാമല്ലോ. നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ അവർ അനുഭവിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന പല എംഎൽഎമാരുണ്ടായിരുന്നെങ്കിലും ആ ഒരു വിഷയത്തിലേക്ക് പരിഹരിക്കാമെന്നുള്ള സാധ്യത. ഒറ്റക്ക് ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുമെന്ന് മാറ്റം വേണത് മാലിന്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയം കാണുന്നു. അതായത് രാഷ്ട്രീയത്തിന്റെ മുഖം നോക്കാതെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. മകന്റെ ഓരോ വളർച്ചയും പിതാവിൽ ഏറെ സന്തോഷം ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണ്. പിതാവിന്റെ മരണം ഒത്തിരി തളർത്തുന്നത്. പഴയ ആളുകൾക്ക് മമ്മൂട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ആ ഒരു ജനറേഷനും കൂടി ഇപ്പോൾ കുറച്ച് ആളുകളുള്ളൂ. അവരിതറിയണം.